അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ കറിയും ഒരു അടിപൊളി സിമ്പിൾ കുക്കർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനാണ്. ആദ്യം ചിക്കൻ ബിരിയാണിക്ക് ആവശ്യമുള്ളത് കുറച്ച് സവോള അല്ലെങ്കിൽ ചെറിയുള്ളി, കുറച്ച് തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ബിരിയാണിക്ക് ആവശ്യമുള്ള കറുവപ്പട്ട, ഗ്രാമ്പു എന്നുള്ള മസാലകൾ, പിന്നെ കുറച്ച് കറിവേപ്പില. ഇപ്പോൾ ആദ്യം കുക്കർ അടുപ്പത്ത് വെച്ചു, ലേശം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രാമ്പ്, പട്ട എന്നുള്ള മസാല കൂട്ടുകൾ എണ്ണയിലകത്തിട്ടു. അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരണേ, അതിൻ്റെ മണമൊക്കെ ഒന്ന് പിടിച്ച് വരണം. അതിന് ശേഷം സവോള ഇട്ട് കൊടുക്കുന്നു. നമ്മൾക്ക് ചിക്കൻ കറിക്കായാലും ചിക്കൻ ബിരിയാണിക്കാണെങ്കിലും എന്തിനാണെങ്കിലും സവോള ഉള്ളി നല്ലപോലെ വഴണ്ട് കിട്ടിയാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി നല്ലപോലെ വഴട്ടുക. ഇത് വഴണ്ട് കിട്ടാനുള്ള ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം, പെട്ടെന്ന് വഴണ്ട് കിട്ടും. ലേശം കറിവേപ്പില ഇട്ടു. അതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പച്ചമണം മാറിക്കിട്ടാനും സവോള നല്ല വഴണ്ട് കിട്ടാനും ഒക്കെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കുക്കറിനകത്ത് ഇട്ട് ചേർത്തിട്ടുണ്ട്. എല്ലാം നമ്മുടെ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി എടുക്കണം. ചിക്കൻ എത്രയാണോ അരി എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഞാൻ അളവൊന്നും പറയുന്നില്ല. അതുമാത്രമല്ല, ഞാനങ്ങനെ അളവ് നോക്കുന്ന ആളല്ല, ഏകദേശം ഒരു അളവ് ഇടുവാണ് പതിവ്. തക്കാളിയും കൂടി നല്ല വഴണ്ട് കിട്ടാനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ശേഷം കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് അതിനകത്തോട്ട് തട്ടുക. തക്കാളി നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം ചിക്കൻ എടുത്ത് അതിലോട്ട് ചേർത്തു. നല്ലപോലെ ഇളക്കി കൊടുക്കണം. സിമ്പിൾ റെസിപ്പിയാണ്, ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അതിന് ശേഷം നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി പൊടികളൊക്കെ നമുക്ക് ചേർക്കാം. ഇപ്പോൾ ബിരിയാണി മസാല കുറച്ച് ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ചിക്കൻ മസാല, നമുക്ക് എരിവിനും ആവശ്യത്തിലുള്ള മസാല കേട്ടോ. അതിന് ശേഷം കുറച്ച് ഗരം മസാല. ഇത് കൂടുതലുണ്ടെന്ന് ആരും പേടിക്കണ്ട. നമ്മൾ ചിക്കന് വേണ്ടിയും പിന്നെ ഇതിൽ അരിയും ചേർക്കുമല്ലോ, എല്ലാത്തിനും കൂടിയിട്ട് അത്രയും മസാല. അതിന് ശേഷം മീറ്റ് മസാല കുറച്ച്. മീറ്റ് മസാല വേണം എന്നുള്ളവർ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമല്ല മീറ്റ് മസാല. അതിന് ശേഷം കുറച്ച് മുളക് പൊടി. മീറ്റ് മസാലേൻ്റെ ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പം അല്ലെങ്കിൽ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ലേശം ചേർക്കുക, കൂടുതൽ ഇടാണ്ടിരിക്കുക.
അവരവരെ ആവശ്യത്തിനനുസരിച്ച് പൊടികളിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ക്വാണ്ടിറ്റിയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ബിരിയാണിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടി കാശ്മീരി ചില്ലി ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. നല്ലൊരു കളറ് കിട്ടും. ഇവിടെ കാശ്മീരി ഇല്ലായിരുന്നു ആ സമയത്ത്, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. എല്ലാം ഇളക്കി കൊടുത്ത് സെറ്റാക്കിയതിന് ശേഷം ഇനി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. ഇതൊരു 20 മിനിറ്റ് കുതിർത്ത് വെച്ച അരിയായിരുന്നു. നമ്മുടെ അരിക്കനുസരിച്ച് മാറ്റം വരും സമയത്തിൽ. അരിയൊക്കെ ഇട്ട് കൊടുത്തു, നല്ലപോലെ ഇളക്കി. ഈ സമയം ഉപ്പൊക്കെ നോക്കി കറക്റ്റാണോ എന്ന് നോക്കുക. പിന്നെ ആവശ്യത്തിന് നല്ല മണത്തിനും വേണ്ടി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. മല്ലിയില ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പും എരിവും എല്ലാം പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം കുക്കറിൻ്റെ അടപ്പ് അടച്ച് വെച്ചാൽ മതി. ഉപ്പ് ശകലം ഒന്ന് മുമ്പോട്ട് നിന്നാൽ മാത്രമേ നമുക്ക് ചോറിന് അത് കറക്റ്റായിരിക്കുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ മുഖം കൂടി ഒന്ന് കാണിച്ചു. ഞാൻ ആ ബിരിയാണി ഉണ്ടാക്കാമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ മാറ്റണം. എരിവാകട്ടെ, അല്ലെങ്കിൽ ഇനി കുറച്ചും കൂടി മല്ലിയില ഇടണോ, കുറച്ച് കറിവേപ്പില ഇടണോ, എല്ലാം ഇപ്പം തന്നെ സെറ്റാക്കണം. ഇപ്പം നമുക്ക് ബിരിയാണി അവിടെ സെറ്റായി അടച്ച് വെച്ചിട്ടുണ്ട്. വിസിൽ വന്നു, അത് ഓഫാക്കി. അതിന് ശേഷം നമുക്കൊരു ചെറിയ ചിക്കൻ കറി വെക്കാം. അതിന് വേണ്ടി മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു, പെരുംജീരകം ലേശം ഇട്ട് കൊടുത്തു. പെരുംജീരകം സാധാരണ ഞാൻ അരച്ചാണ് ഇടൽ. ഇവിടെ അരയ്ക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ എണ്ണയ്ക്കകത്തിട്ടു. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി നല്ലപോലെ ഒന്ന് ഇളക്കണം. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യമേ ഇടുന്നത് കൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആ എണ്ണയ്ക്കകത്ത് വഴണ്ട് കിട്ടുമ്പോൾ നല്ല മണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണം. അതിന് ശേഷം ചിക്കൻ കറിക്ക് ആവശ്യമുള്ള ചെറിയ ഉള്ളി, ഞാൻ ഇവിടെ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ചെറിയ ഉള്ളി ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നോൺ വെജിന് എല്ലാത്തിനും ചെറിയ ഉള്ളിയാണ് മാക്സിമം ഞാൻ ചേർക്കാറ്. ഇല്ലാത്ത പക്ഷത്തിൽ സവോള ചേർക്കും. ഉള്ളി വഴണ്ട് കിട്ടാനുള്ള ഉപ്പിട്ട് കൊടുത്തു, നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇവിടെ എണ്ണ കുറച്ച് പോരായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളി വഴണ്ട് കിട്ടാനുള്ള എണ്ണ പോരായിരുന്നു, കുറച്ചും കൂടി എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം തക്കാളി അരിഞ്ഞിടണം.
ഇവിടെ തക്കാളി ഇട്ടത് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. തക്കാളി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. നല്ലപോലെ തക്കാളി വഴണ്ടി കിട്ടിയതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പൊടികളൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് മൂപ്പിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മസാല കൂട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ചിക്കൻ മസാല. ഇതൊക്കെ കൂടി ഞാൻ ചൂടാക്കി നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചിക്കനകത്തോട്ട് തട്ടി നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണേ. നല്ലപോലെ ഇളക്കി കൊടുക്കുക. പൊടികളിൽ പച്ചമണം ഇല്ല, നേരത്തെ ചൂടാക്കി വെച്ചതാണല്ലോ. പക്ഷേ പൊടികളൊക്കെ നല്ലപോലെ ആ ചിക്കനിൽ പിടിക്കാൻ വേണ്ടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നമുക്ക് എത്ര ചാറാണോ വേണ്ടത് അതിനനുസരിച്ച്. ഞാനിവിടെ പാകത്തിന് ചാറ് വെക്കുന്നുള്ളൂ, കുറച്ച് ഗ്രേവി ആയിട്ട് ബിരിയാണിക്ക് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ചിക്കൻ കറി സെറ്റായി. അടുത്ത് നമ്മൾ ബിരിയാണി, നല്ല ചൂടേയുള്ള ബിരിയാണി കുക്കറിൽ നിന്ന് വേറെ പാത്രത്തിലോട്ട് തട്ടി ആവി പറക്കുന്നത് കണ്ടില്ലേ? നല്ല ചൂട് ബിരിയാണി, നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ കഴിക്കാൻ തുടങ്ങി. കുറച്ച് ബിരിയാണിയും ചിക്കൻ കറി എടുത്ത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.